നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ പുത്തനുടുപ്പും ബാഗും പുസ്തകങ്ങളുമായി കുരുന്നുകൾ വിദ്യാലയങ്ങളിലെത്തി. പ്രവേശനോത്സവത്തിന്റെ ആഹ്ലാദം നുകർന്ന 3 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് 1ാം ക്ലാസ്സിലെത്തിയത്. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ്, അൺ എയ്ഡഡ് മേഖലകളിലായി 12,948 സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലായി 36 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 1ാം ക്ലാസ്സിലെ കുട്ടികളെ സ്വാഗതം ചെയ്തു. ചടങ്ങിന്റെ ലൈവ് വീഡിയോ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിച്ചിരുന്നു. തുടർന്ന് സ്കൂൾ തല പ്രവേശനോത്സവവും നടന്നു. മന്ത്രിമാരും കളക്ടർമാരും ജില്ലാതല പ്രവേശനോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളിൽ അരമണിക്കൂർ പ്രവൃത്തി സമയം കൂടും. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് കൂടുക. ഇതോടെ പുതിയ പ്രവൃത്തി സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകും. 5000-ൽ കൂടുതൽ ജനസംഖ്യയുള്ള വാർഡുകളിൽ പ്രധാന ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 5417 ഉപ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് എങ്ങനെ വേണമെന്നുള്ളതിന്റെ മാതൃകയാണ് കരിക്കാട് ജനകീയ ആരോഗ്യ കേന്ദ്രമെന്നും മന്ത്രി വീണ ജോർജ്. ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് ആരോഗ്യ കേന്ദ്രം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എങ്ങനെയാണ് ജനങ്ങളുടെ കൂട്ടായ്മ ഒരു നാടിനെ മനോഹരമാക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് കരിക്കാട് ഉള്ളത്. ഈ ആരോഗ്യ കേന്ദ്രം ജനങ്ങളുടെ കൂട്ടായ്മയിൽ, ജനങ്ങളുടെ സ്വപ്നങ്ങളിൽ പിറന്ന് ജനങ്ങളുടെ കൂട്ടായ്മയിൽ വിരിഞ്ഞ ഒരു ആരോഗ്യ സ്ഥാപനമാണ്. ഇവിടെ ഈ ആരോഗ്യ സ്ഥാപനത്തിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും വായിച്ചിട്ടുണ്ട്. ജനകീയ ആരോഗ്യ കേന്ദ്രം. നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ജനകീയ ആരോഗ്യ കേന്ദ്രം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 4 വർഷ കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് പൊതുജന ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ആ ജനകീയ ആരോഗ്യ കേന്ദ്രം വാസ്തവത്തിൽ എങ്ങനെയാകണമെന്നുള്ളതിൻ്റെ മാതൃകയാണ് കരിക്കാട് ഇപ്പോൾ ഇവിടെ സമൂഹത്തിന് കാട്ടി നൽകിയിരിക്കുന്നു. കേരളത്തിൽ നമുക്ക് ചിലയിടങ്ങളിൽ ഇതുപോലെ ജനകീയ കൂട്ടായ്മകളിലൂടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ജനകീയ ആരോഗ്യ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് പീപ്പിൾസ് ഹെൽത്ത് സെൻ്ററാണ്. അതാണ് നമ്മൾ ഈ 5417 ആരോഗ്യ കേന്ദ്രങ്ങൾക്കും അങ്ങനെയാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുകയാണ് കരിക്കാട്. എല്ലാ ആശംസകളും. നല്ല നിലയിൽ ഇന്നു മുതൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാധിച്ചിട്ടുള്ളത് എല്ലാം ഒറ്റക്കെട്ടായിട്ടും പഞ്ചായത്തിന്റെ ആയാലും മറ്റ് ജനപ്രതിനിധികളായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ടുള്ളവരായാലും പിന്നെ ഓഫീസേഴ്സ് ആയാലും നാട്ടുകാരായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ വർക്ക് പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഫണ്ടിൻ്റെ നോക്കിയപ്പോഴത്തേക്ക് MLA ഫണ്ടിൽ നിന്ന് 15, പിന്നെ NHM-ന് 7 ലക്ഷവും, ബാക്കി എല്ലാം ഫുള്ള് ജനകീയമായിട്ടുള്ള കൂട്ടായ്മ പല മേഖലകളിൽ നിന്നും, എല്ലാ മേഖലകളിൽ നിന്നും പറഞ്ഞ പോലെ ചെറിയൊരു എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് വരെ എല്ലാ രീതിയിലുള്ള എമൗണ്ടും ഇതിന് ഭാഗമായിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും, ഇതിൽ ഓരോരുത്തർക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് ക്വാർട്ടേഴ്സ് കവി റഫീഖ് അഹമ്മദും സെമിനാർ ഹാളും ലൈബ്രറിയും ഗാനരചയിതാവ് BK ഹരിനാരായണനും ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായവരെ ആദരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, നാഷണൽ ഹെൽത്ത് മിഷൻ DPM ഡോക്ടർ P സജീവ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, കടവല്ലൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗവും ജനകീയ കമ്മിറ്റി ചെയർപേഴ്സണുമായ ബിന്ദു ധർമ്മൻ, ജനകീയ കമ്മിറ്റി ജനറൽ കൺവീനർ C ഗിരീഷ് കുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ T ശ്രീകാന്ത്, IMA കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഷമീർ C സുലൈമാൻ, ഓർത്തഡോക്സ് കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിനാവശ്യമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ കഴിയാതെയാണ് LDF സർക്കാർ കോടികൾ ദൂർത്തടിച്ച് 10ാം വാർഷികം ആഘോഷിക്കുന്നതെന്നും ഈ സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തിനാണ് ഈ സർക്കാർ പരിപാടികളിൽ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ അരിയിട്ടു വാഴ്ത്തുന്നത് എന്ന് ചോദ്യം ഉയരുന്നത് CPM-നകത്താണ്. വേറെ ആവശ്യമില്ല സത്യത്തിൽ. പക്ഷെ സർക്കാരിൻ്റെ വാർഷികാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കുകയാണ്.
ഈ സർക്കാർ മറുപടി പറയേണ്ടത്, നിങ്ങൾ 9ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഒരു വികസന പദ്ധതി നിങ്ങൾ ആരംഭിച്ചോ? ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചോ? കേരളത്തിലെ ഏതെങ്കിലും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചു? മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് ഭരണം നടത്തുന്നത്. 100 രൂപയുടെ വർധനവിനു വേണ്ടി സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ ആവശ്യം പരിഗണിക്കാത്ത മുഖ്യമന്ത്രി മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ പ്രമോഷനു വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും കോടികളാണ് ചെലവഴിക്കുന്നത്. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ നടക്കുന്ന ഉദ്ഘാടനങ്ങളിൽ പോലും മുഹമ്മദ് റിയാസിനെ അധ്യക്ഷനാക്കുന്ന മുഖ്യമന്ത്രി തനിക്ക് ശേഷം CPM-ൽ മരുമകന് സ്ഥാനം ഉറപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ മേഖലകളിലും ഇടതുപക്ഷ സർക്കാർ പരാജയമാണ്. വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസം നടപ്പിലാക്കാൻ 1 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചെന്നും കേരളത്തിലും BJP വലിയ ശക്തിയായി മാറിയെന്നും MT രമേശ് പറഞ്ഞു. 3 മാസക്കാലം ആശാവർക്കർമാർ സമരം നടത്തിയത് 100 രൂപ കൂട്ടിക്കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ 100 കോടിയിൽ 23,000-ലേറെ വരുന്ന 26,000-ഓളം വരുന്ന കേരളത്തിലെ ആശാവർക്കർമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുത്താൽ നിങ്ങൾക്കൊരു വർഷം എത്ര രൂപയാകും? ഈ 100 കോടിയുടെ ആവശ്യമില്ലല്ലോ. ആ 100 കോടി രൂപയുടെ 4-1 ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ കുറെ കലാകാരന്മാർക്ക് നിങ്ങൾ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തുകൊടുത്ത പണമുണ്ടായിരുന്നുവെങ്കിൽ ആശാവർക്കർമാർക്ക് നിങ്ങൾക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാമായിരുന്നല്ലോ. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടത്ത്, സെക്രട്ടറി നിത്യസാഗർ, മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, ഇ ചന്ദ്രൻ, സുമൻ തയ്യൂർ, രേഷ്മ സുധീഷ്, മുകുന്ദൻ, യദുകൃഷ്ണൻ, TG സുരേഷ്, സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് വാർഷിക സമ്മേളനം ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്നു. തൃശൂർ ജില്ലാ AKPBA പ്രസിഡന്റ് PV ഷാജി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ചാവക്കാട് താലൂക്ക് പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് തച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി PK രാജേശ്വരൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും മെമ്പർമാരിൽ 25-50 വർഷം പൂർത്തിയാക്കിയവരെയും ആദരിച്ചു. മുക്കുപണ്ട് പണയം മാഫിയയ്ക്കെതിരെ സംഘടന പ്രമേയം അവതരിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബറിന് സംഘടന മെമ്മോറാണ്ടം നൽകി. അംഗങ്ങൾക്കുള്ള ID കാർഡുകളും വിതരണം ചെയ്തു. യോഗത്തിൽ ജേസൺ ആളൂക്കാരൻ, ബൈജു ലൂയിസ്, റോണി ജോസ്, PV രാജൻ, സുരേഷ് അരിക്കാട്ട്, EA ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിൽ ഇടം നേടിയ അഭിമാന വിജയങ്ങളോടെ ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ KS ഹരിദയാൽ പടിയിറങ്ങി. 2 ഒളിമ്പ്യന്മാരെയും നിരവധി കിരീടങ്ങളും ശ്രീകൃഷ്ണയുടെ ചരിത്രശേഖരത്തിലേക്ക് സമ്മാനിച്ചാണ് ഹരിദയാൽ ഔദ്യോഗിക ജീവിതത്തോട് വിട പറഞ്ഞത്. ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോയമ്പത്തൂർ ശ്രീനാരായണ ഗുരു കോളേജിൽ 1995 ജൂൺ 16-നാണ് കായിക അധ്യാപകനായി ഹരിദയാലിന്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചത്. 1.5 പതിറ്റാണ്ട് നീണ്ട സേവനത്തിന് ശേഷം 2010-ലാണ് കായിക അധ്യാപകനായി ശ്രീകൃഷ്ണയിലേക്ക് ഹരിദയാൽ കടന്നുവരുന്നത്. ഈ കാലയളവിൽ കായിക നേട്ടങ്ങൾ നിരവധിയുണ്ടായിരുന്നുവെങ്കിലും കലാലയത്തിന്റെ ചരിത്രത്തിൽ ഒളിമ്പ്യന്മാർ ഉണ്ടായിരുന്നില്ല. കായിക വിഭാഗം മേധാവി എന്ന നിലയിൽ കായിക പ്രതിഭകളായ വിദ്യാർത്ഥികളെ കണ്ടെത്തി മികച്ച പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കുക എന്ന ഹരിദയാലിന്റെ ദീർഘവീക്ഷണം കുഞ്ഞു മുഹമ്മദ്, മുഹമ്മദ് അനസ്, യഹിയ എന്നീ ഒളിമ്പ്യന്മാരെ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് സന്തോഷ് ട്രോഫി കളിക്കുന്ന ആദ്യ താരമായി മുഹമ്മദ് സഫ്നീത് മാറിയതും ഹരിദയാലിന്റെ ശിക്ഷണത്തിലായിരുന്നു. ശരീര സൗന്ദര്യ മത്സരങ്ങളിലെ ശ്രീകൃഷ്ണയുടെ അജയ്യത തുടരെയുള്ള കിരീട നേട്ടങ്ങളിലൂടെ ശ്രീകൃഷ്ണ സ്വന്തമാക്കുന്നതിന് പിന്നിൽ കായിക വിഭാഗം മേധാവി എന്ന നിലയിലുള്ള ഹരിദയാലിന്റെ കൂർമ്മബുദ്ധിയുടെ മറ്റൊരുദാഹരണമാണ്. അധ്യാപകൻ എന്നതിലുപരി കായിക താരങ്ങളുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും അടുത്ത സുഹൃത്ത് എന്ന നിലയിലാണ് ഹരിദയാലിന്റെ ഇടപെടലുകൾ. ക്രോസ് കൺട്രി, ബോൾ ബാഡ്മിന്റൺ, ഷട്ടിൽ ബാഡ്മിന്റൺ, കളരിപ്പയറ്റ് തുടങ്ങി വിവിധ കായിക ഇനങ്ങളിലും ശ്രീകൃഷ്ണ അഭിമാനകരമായ കിരീടങ്ങൾ നേടിയതിനു പിന്നിലും ഹരിദയാൽ എന്ന കായിക അധ്യാപകന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണ ആതിഥേയത്വം വഹിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ
ചരിത്രത്തിലാദ്യമായി ശ്രീകൃഷ്ണയെ റണ്ണറപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് കൂടി തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ നേട്ടങ്ങളിൽ എഴുതിച്ചേർത്താണ് ഹരിദയാൽ മാസ്റ്ററുടെ പടിയിറക്കം. ജീവിതം സ്പോർട്സിനായി മാറ്റിവെച്ച കായിക അധ്യാപകൻ, ഒരിക്കൽ പരിചയപ്പെട്ടവരെ ആത്മമിത്രങ്ങളാക്കുന്ന സഹൃദയൻ, സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയങ്കരൻ. ഒരുപാട് വിശേഷണങ്ങൾ ഇനിയും പറയാവുന്ന ഹരിദയാൽ മാസ്റ്റർ എന്ന പേര് ശ്രീകൃഷ്ണയുടെ കായിക ചരിത്രത്തിൽ തങ്കത്തിളക്കത്തോടെ എന്നും നിലനിൽക്കും. പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷമായി നടന്നുവരുന്ന ഇൻസ്പയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി അവാർഡ് ദാനവും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മന്ദലാംകുന്ന് നന്മ സെന്ററിൽ നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉപഹാര സമർപ്പണം നടത്തി. മന്ദലാംകുന്ന് GFUP സ്കൂൾ പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് വിശിഷ്ടാതിഥിയായി. സിജി സീനിയർ കരിയർ വിദഗ്ധനും മെന്ററുമായ റാഫി പൊന്നാനി ക്ലാസ് നയിച്ചു. വാർഡിൽ നിന്നും SSLC +2 പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും മന്ദലാംകുന്ന് GFUP സ്കൂളിൽ നിന്ന് USS LSS പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുമാണ് അവാർഡ് നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി മോട്ടിവേഷൻ, അഡ്മിഷൻ, ഹെൽപ്പ് ഡെസ്ക് എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. PM ഹൈദരാലി, ബിനീഷ് വലിയകത്ത്, TA ആയിഷ, AV വത്സ, PM ഫിറോസ്, TM ജിൻഷാദ്, ഹുസൈൻ എടയൂർ, ആദിൽ പൂവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ TK അനീസ് മാസ്റ്റർ സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ KB ബാദുഷ നന്ദിയും പറഞ്ഞു. നിറവ് സാംസ്കാരിക കൂട്ടായ്മയും ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും ചേർന്ന് നേത്രചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരിങ്ങപ്പുറം ഗ്രന്ഥശാല ഹാളിൽ നടന്ന ക്യാമ്പ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വായനാ മത്സരത്തിൽ താലൂക്ക് തലത്തിൽ 1-ാം സ്ഥാനവും ജില്ലാ തലത്തിൽ 2-ാം സ്ഥാനവും നേടിയ മാളവിക S കുറുപ്പിന് പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. വായനശാല സെക്രട്ടറി TS ഷെനിൽ അധ്യക്ഷനായി. പ്രസിഡന്റ് AI ഹനീഫ, കമ്മിറ്റി അംഗങ്ങളായ N നാരായണൻ, ബാബുരാജ് ഒലക്കേങ്കിൽ, നിറവ് സാംസ്കാരിക കൂട്ടായ്മ സെക്രട്ടറി KI സുമേഷ്, പ്രസിഡന്റ് വിവേക് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അഹല്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ബിനി വാസുദേവൻ, ദേവിക മാധവൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം മുരിങ്ങാത്തേരി 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് TR ബിജു അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, മുൻ പ്രസിഡന്റ് NK കബീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, KK ജോസഫ്, ലിജോ കണ്ണനായിക്കൽ, അമൃത ഷിജു, റോബിൻ പതിയാരം എന്നിവർ സംസാരിച്ചു. റാഫേൽ അന്തിക്കാട്, രാജീവ് നെല്ലുവായ്, മണി വെള്ളത്തേരി, ബേബി റാഫേൽ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ മുഴുവൻ A+ നേടിയ റുക്കിയയെ ആദരിച്ചു. SSLC +2 ഉൾപ്പെടെ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളും ഉണ്ടായി. തൃപ്പറ്റ സനാതന സേവാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പുന്നൂർക്കുളം ആൽത്തറ രാമരാജ സ്കൂളിൽ നടത്തിയ അനുമോദന ചടങ്ങ് KR അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KM പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ബിജു പോളു ആമുഖ പ്രഭാഷണം നടത്തി. അധ്യാപകരായ ഗീത, സാവിത്രി, നവീന എന്നിവർ പഠന സന്ദേശം നൽകി. ഷാജി തൃപ്പറ്റ്, വിനോദ് പന്തല്ലൂർ, സന്ദീപ് താമരശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പൽ കനിവ് ഹൌസിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങലയും LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. അധ്യയന വർഷാരംഭത്തിൽ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും മേഖലയിലെ ലഹരി മാഫിയകളെ ഉന്മൂലനം ചെയ്യുന്ന പ്രതിജ്ഞയോടുകൂടി വില്ലേജ് ഓഫീസ് മുതൽ VS നഗർ വരെ നടത്തിയ മനുഷ്യച്ചങ്ങലയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. കനിവ് ഓഫീസിൽ നടന്ന വിതരണ ഉദ്ഘാടനം കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് V മുരളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NK ഹരിദാസൻ മുഖ്യാതിഥിയായി. PT ഷൈജു, KR ബിനോഷ്, സിന്ധു സുഗതൻ, സജിനി, സിന്ധുജ, ഷാജി മനന്തൻ, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്ത് 8-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും അരിവിതരണവും നടത്തി. വാർഡ് പ്രസിഡന്റ് NU ആഷിഖിന്റെ അധ്യക്ഷതയിൽ കോട്ടൂൽ മംഗലം പാലസിൽ നടന്ന സംഗമം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB രാജീവ് മുഖ്യാതിഥിയായി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സ്മിത മുരളി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സാംസൺ മാസ്റ്റർ, കാട്ടകമ്പൽ മണ്ഡലം പ്രസിഡന്റ് അലി, സുനിൽ അരുവായ്, ശ്രാവൺ, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു.
കടവല്ലൂർ പഞ്ചായത്ത് CPIM കോടത്തുംകുണ്ട് ബ്രാഞ്ചിന്റെയും ഡിവൈഎഫ്ഐ കോടത്തുംകുണ്ട് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആദരവ് 2025 സംഘടിപ്പിച്ചു. SSLC +2 വിജയികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടത്തി. ചടങ്ങ് CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി കോർഡിനേറ്റർ TA രണദിവെ ആശംസകൾ അറിയിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി TA ശശി സ്വാഗതം പറഞ്ഞു. അബ്ദുൽ കരീം, സജി KV, ധനീഷ് TV എന്നിവർ സംസാരിച്ചു. 100 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. ചരമം എരുമപ്പെട്ടി കുണ്ടന്നൂർ പൊറുത്തൂർ പൊറിഞ്ചു തോമക്കുട്ടി നിര്യാതനായി 92 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കർമ്മലമാതാ ദേവാലയത്തിൽ നടക്കും. പരേതയായ ലിസി, ഗ്രേസി, ഫ്രാൻസിസ്, ജോൺസൺ, ഡേവിസ്, ടോമി, വിൻസെന്റ് എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.